ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റിലെ ഒരു പിടിയും കോഴിക്കറിയുമായിട്ടാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടെടുത്തു. 2 പച്ചമുളക് ഇട്ടെടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ 2 സവാള അരിഞ്ഞതിട്ട് കൊടുക്കുക. മീഡിയം സൈസുള്ള സവാളയാണ്. അതൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. സവാള ഒന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഒരു തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് മസാല വേണം. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതൊക്കെ വേറെ ചട്ടിയിലിട്ടിട്ട് ചൂടാക്കി എടുത്തതാണ്. അപ്പോൾ വറുത്തൊരു ചായ കിട്ടും. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം കഴുകി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 1/2 കപ്പ് വെള്ളം, 1/2 കപ്പ് ഇല്ല, അതിൻ്റെ താഴെയായിട്ടാണ്. അതൊന്ന് ഒഴിച്ച് കൊടുക്കുക. നമുക്ക് കറി വേണമല്ലോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ നമ്മളെ കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, കുറച്ച് ജീരകം, ചീരുള്ളി ഒക്കെ ചതച്ചെടുക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഉപ്പിട്ട് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ട് തിളപ്പിച്ചെടുത്ത് ഇടിയപ്പത്തിന് നമ്മൾ ഉണ്ടാക്കുന്ന മാതിരി തന്നെയാണ് ഉണ്ടാക്കുന്നത്. 2 കപ്പ് പൊടിയിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചെടുത്തിട്ട് കുഴച്ചെടുക്കുകയാണ്. ഇതിലേക്ക് ഇതൊന്ന് ഏകദേശം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചതച്ച് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. അത് മുഴുവനായിട്ടേക്ക് ഇട്ട് കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ തേങ്ങാപ്പാലൊക്കെ കഴിക്കാണ്ട് കൂടിക്കോളും. അങ്ങനെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി ചെറിയ ബോളുകളായിട്ട് ഇങ്ങോട്ട് ഉണ്ടാക്കാം. വലിയ ബോളുകൾ ഉണ്ടാക്കരുത്, വേവാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ബോളുകളായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചു. ഇനി അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കാം. അങ്ങനെ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. 2 ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. വറ്റൽമുളക് ഇട്ട് കൊടുത്തു. എന്നിട്ട് 1/2 മുറി തേങ്ങൻ്റെ 2-ാം പാലും 3-ാം പാലും ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നു. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി വെച്ച പിടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. സാവധാനത്തിൽ ഇട്ട് കൊടുത്താൽ മതി, തുറക്കാൻ സാധ്യതയുണ്ട്. മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് മുഴുവനായിട്ട് ഇതിലേക്ക് മുങ്ങണ രൂപത്തിലാക്കി കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇതെല്ലാം അതിലേക്ക് മുങ്ങണത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ആയി വരുമ്പോൾ 1-ാം പാലൊന്ന് ഒഴിച്ചിട്ട് ചെറിയ തീയിലൊരു തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ ആയിട്ട് ഓഫാക്കുക. മൺചട്ടിയിലാകുമ്പോൾ തന്നെ അതങ്ങനെ തിള വരും. ഞാൻ മല്ലിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു രസത്തിന് വെച്ചതാണ്.
അങ്ങനെ